ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ പുതിയൊരു ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. പാറു സ്കൂളിലേക്കുള്ള ടാങ്ക് വിലക്കുണ്ടോ പിള്ളേർക്ക്? പഞ്ചസാര ഒരു സ്പൂണൊന്നുമില്ല, 5-6 സ്പൂണുണ്ട്. വെള്ളത്തിലിട്ട് മുക്കരുത്. ഇന്ന് രാവിലെ 7 മണിക്ക് എണ്ണിക്കാന്നൊക്കെ പറഞ്ഞ ആളാണ്. ടൈം കല്ലാണ് 3-4 മധുരം കാണത്തില്ല. രാവിലെ പുട്ടും കടലക്കറി, കടലാക്കറി. ഇങ്ങനോ ഒന്ന് മാത്രം തന്നില്ല. അതുകൊണ്ട് ഇന്ന് ഇനി കൊടുക്കണം അല്ലേ? വെള്ളം ആരെങ്കിലും മേടിച്ച് കുടിക്കുമോ? ഗോതമ്പൂട്ടാണ്. അരിപ്പൊടി പൊടിച്ചില്ലെന്നല്ല, അരി പൊടിച്ചില്ല. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഗോതമ്പൂട്ടാണ്. അത് ഈ കൂടെ ഒഴിച്ച് കഴിഞ്ഞു. ഓ, ലിക്വിഡാണ് അവിടെ ഇല്ലാത്തതോ? ആ കപ്പലയോടെ ഇല്ലാത്തതാണ്. വെള്ളത്തിന്റെ പോട്ടിലേക്കാണ് എന്ന് തുറന്നിട്ട് മണപ്പിച്ച് നോക്കണേ. വെള്ളത്തിന്റെ പോട്ടിലേക്കാണ് മണപ്പിച്ച് നോക്കണം തുറന്നിട്ട്. അതുകൊണ്ട് പിന്നെ പെട്രോളൊക്കെ മേടിച്ചാണോ അറിയത്തില്ലത്. അത് നമ്മൾ അപ്പുറത്തിട്ടായിരുന്നു. അതെവിടെ കളഞ്ഞു? പോയ ഒഴുകി കളഞ്ഞോ? സാധാരണ കൊണ്ടു കൂട്ടുകാരല്ല ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരായിട്ട് കൊണ്ടുവന്നിട്ട് ടാങ്ക് കൊടുത്തില്ല അല്ലേ? ടാങ്ക് കൊടുത്തില്ല. അതുകൊണ്ട് പകരത്തിന് ഞങ്ങൾ ഇന്ന് കൊണ്ടുപോകും. പൊക്കി വഴി അങ്ങനെ ചരിച്ച് പിടിക്കാതെ പൊക്ക്. ഇവിടെ നിർത്തുമ്പോഴാണ് തൂണ്ടി പോകുന്നത്. എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാം പറ്റത്തില്ല. കുപ്പി അടയ്ക്കണേ, അല്ലെങ്കിൽ വയറ്റിലൊക്കെ മധുരമുള്ള വെള്ളം ഇടക്കിട്ട് ഉറുമ്പ് വരും തൊഴിലാണ്. കടലയ്ക്ക് കടു തുറക്കണ്ട സമയമൊക്കെ പോയിട്ടുണ്ട്. ഇന്ന് കുറച്ചധികം ഉറങ്ങിപ്പോയി. എൻ്റെയാണ് തുറക്കാൻ പറ്റുമോ? ചുമ്മാ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ചുമ്മാ ആക്കുമ്പോൾ
പറ്റത്തില്ലെങ്കിൽ അടയ്ക്കണം. ബാത്റൂമിന്റെ ഒരു ഡോറാണ് സ്റ്റക്കാവുന്നത്. അത് തുറക്കാൻ പറ്റുമെന്ന് പറഞ്ഞാണ് വന്ന് നിൽക്കുന്നത്. മുളക് പൊടി വാങ്ങിയ മുളക് പൊടി അത് കുറച്ച് ഡേഞ്ചറാണ്. നമുക്ക് അത് ഒരുപാട് ഇട്ട് കൊടുത്താൽ ഭയങ്കര കൊഴുപ്പും അങ്ങനെ എരി വലുതായിട്ടില്ല, പക്ഷെ ഭയങ്കര തിക്കാണ്. കറിവേപ്പിലൊക്കെ എടുക്കാൻ ഇതിനുള്ള സമയമെടുക്കും. അതിനുള്ള സമയം പുട്ടാട്ടോ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. പുട്ട് ചില്ല് കളഞ്ഞു പോയിട്ട് കുറച്ച് നാളായി. പക്ഷെ വേറെ ചില്ല് വാങ്ങിക്കൊണ്ട് വന്നേ, അത് സെറ്റ് ആവില്ല. ഇത് വരെ മാറ്റി വെച്ചു. ഓക്കെ, കുറച്ച് ഗരം മസാല ഉണ്ടല്ലോ, പെരിഞ്ജീരക പൊടി കേട്ടോ. കുറച്ച് മല്ലിയില ഇരുന്നിട്ടാ നമുക്ക് തൽക്കാലം കറിവേപ്പില എടുക്കാൻ പോകാനുള്ള സമയം ഇല്ലതുകൊണ്ട് മല്ലിയില വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യും. കുട്ടികളുടെ തേങ്ങാ തിരുമ്പില്ല കേട്ടോ, തേങ്ങാ തിരുമ്പി കൊണ്ടുവരട്ടെ. ആവിന് കഴിക്കാൻ കൊടുക്കാം. ഇപ്പോഴേ ഇരുന്നാലേ നടക്കത്തുള്ളൂ. ഇന്ന് കുറച്ച് ലേറ്റ് ആയി ഇന്നലൊക്കെ. പുട്ടും കറി അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ ചോറ് വെക്കാനുള്ള പണിക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം പാറു ഇന്ന് ചോറൊന്നും കൊണ്ടുപോകുന്നില്ല. അപ്പോൾ പിന്നെ വലിയ എനിക്ക് തിരക്കൊന്നും പിടിക്കണ്ടായിരുന്നു. കുറച്ച് ലേറ്റ് ആയതിൻ്റെ പ്രശ്നങ്ങൾ ഒഴിച്ചിട്ട് കേട്ടോ. അടുപ്പ് കത്തിക്കൽ ചില ദിവസങ്ങൾ എനിക്ക് വൻ ടാസ്ക്കാണ്. പക്ഷേ ഇപ്പം അങ്ങനെ നല്ല വെയിലുകൊണ്ട് വിറക് കിടക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു പെട്ടെന്ന് തന്നെ വിറക് കത്തി പിടിച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം ആ ചെറിയ അടുപ്പിനകത്ത് കത്തിച്ച് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ദിവസവും അങ്ങനെ കത്തിക്കുന്നത്. അപ്പോൾ പുറത്തുള്ള ഇതുമെല്ലാം ചാരമൊക്കെ ഞാൻ വാരി അകത്തുനിന്ന് ചാരം വാരി ക്ലീൻ ചെയ്ത ശേഷമാണ് കേട്ടോ അടുപ്പ് കത്തിച്ച്. പുക പുറത്തോട്ട് ഉള്ളൊരു ഫാനുണ്ട് കേട്ടോ, അതിടുന്നത്. അത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭയങ്കര സൗണ്ടാണ്. ആ സൗണ്ടാണ് ഇനി ഇപ്പോൾ കേൾക്കുന്നത്. നല്ല സക്സസ് ആയിട്ടാണ് കത്തിയിട്ടുണ്ട്. വീഡിയോ എടുക്കുന്നുണ്ടാണോ തോന്നി. ഇത് വെള്ളക്കച്ചവടത്തിന് പോകുന്നു. മുറുകിയത് ഓ, ഇതിനൊരു അടപ്പിനൊരു ബലമില്ലാത്തതാണ്. ടാറ്റാ.
അച്ഛനും മോളെ ടാറ്റ പറഞ്ഞൊക്കെ വിട്ടിട്ടുണ്ട് കേട്ടോ. പാറു ഇവിടുന്ന് ടാറ്റ പറയത്തില്ല, ആ മതിലിൻ്റെ സൈഡിൽ വരുമ്പോഴേ ടാറ്റ പറയത്തുള്ളൂ കേട്ടോ. അത് കാശി അങ്ങനെ തന്നെയാണ്, അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു പഠിച്ചിട്ടാണ് കൊച്ചു ഇപ്പോൾ അവിടെ വന്നിട്ടാണ് ടാറ്റ പറയുന്നത്. നേരത്തെ ഇവിടുന്ന് ടാറ്റ പറഞ്ഞിട്ടുന്ന മോളാണ്. അപ്പോൾ അങ്ങനെ അവർ പോയിട്ടുണ്ട്. അപ്പോൾ കാശിൻ്റെ സ്റ്റാൻഡ് എന്തോ ഒരു കമ്പനി ഉണ്ട്, അത് റെഡിയാക്കിയൊക്കെ തന്നാണ് കേട്ടോ അവനെ. അപ്പോൾ അവൻ എഴുന്നേറ്റ് വന്നിട്ട് അങ്ങനെ ഇരിക്കുന്നുള്ളൂ. അവന് 10 മണിയാകുമ്പോൾ ട്യൂഷന് പോകണം. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അരിയൊക്കെ കഴുകി അടുപ്പിലിടുകയാണ് കേട്ടോ. അത് ഇവിടെ കിടന്ന് വെന്തോളും, കുറച്ച് വേവുള്ള അരിയാണ് കേട്ടോ. അങ്ങനെ അവനെയും ട്യൂഷനൊക്കെ പറഞ്ഞു വിട്ട ശേഷം ഞാൻ വീണ്ടും അടുക്കളയിലോട്ട് തന്നെ വന്ന് നമുക്ക് പണിയുണ്ട്. തക്കാളിക്ക് ഒഴിച്ചേറി വെക്കാൻ വേണ്ടി നമ്മളെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ ഞണ്ട് കിട്ടി, കുറച്ചത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഞണ്ടിൻ്റെ ഐസൊക്കെ അലിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഞണ്ടിൻ്റെ ഐസൊക്കെ അലിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് വരാം. കുറച്ച് ചെറിയ ഞണ്ടൊക്കെയാണെന്ന് തോന്നുന്നു. അതിലിടത്തരം ഞണ്ട് മാംസമുള്ള സമയം കേട്ടോ ഞണ്ടിന്. നാളെ കാണിച്ചിട്ട് നല്ലതായിരുന്നു. അതുകൊണ്ട് അതൊന്ന് പിന്നെയും നിങ്ങളുടെ വന്നപ്പോൾ വൈകിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നേ. നൈസ് അരിയട്ടെ, അപ്പോഴത്തേക്ക് ഉള്ളിയൊക്കെ അരിഞ്ഞ് വാട്ടിയെടുക്കും. ഒന്നര ആയപ്പോഴത്തേക്ക് അങ്ങോട്ട് ഉണ്ണാൻ വന്ന് ചോറും തക്കാളിക്കറിയും ഞണ്ട് റോസ്റ്റും പപ്പടവും നാരങ്ങ-അച്ചാറും അത്രയാണ് കേട്ടോ ഇന്നത്തെ ഉച്ചക്കത്തെ. കടുമാങ്ങ ഉണ്ട്, അത് ചേട്ടൻ ഇന്ന് നാരങ്ങ പറഞ്ഞപ്പോൾ നാരങ്ങയാണ് കൊടുത്തത് കേട്ടോ. ചേട്ടാ ഊണ് കഴിക്കട്ടെ. ഞാനിതുവരെ കുളിച്ചത് നനച്ചതൊന്നുമില്ല കേട്ടോ. ഒത്തിരി എനിക്ക് ചെറിയ ചെറിയ പണികളുണ്ടായിരുന്നു, വലിയ പണികളൊന്നുമില്ല. പക്ഷെ നോക്കുന്ന എല്ലാം പണിയാണ്, എന്താണോ എന്ത്. അപ്പോൾ ഞാനത് ഫുഡൊക്കെ കൊടുത്തിട്ട് നേരെ കുളിക്കാൻ വേണ്ടി പോയി. കുളിച്ചിട്ട് വന്നപ്പോൾ എന്തോ സാധനം വന്നിട്ടുണ്ട്. നീ പെട്ടെന്ന് ഓർഡർ ചെയ്താക്കിയത് എന്തോ ചെയ്യണമെന്നറിയാൻ വയ്യാതിരുന്നിട്ട് എന്തൊക്കെയോ കാണിക്കുന്നത്. എന്താണ് സംഭവം, എന്തിനാണ് ആകെപ്പാടെ കുഞ്ഞിക്കാട്ട ഒരു ഓറഞ്ച് ആണല്ലോ, ഇതിനകത്ത് നിന്ന് അത് കാണത്തുപോലും ഇല്ലല്ലോ. അപ്പോൾ ഓറഞ്ചിൻ്റെ തൈ വാങ്ങിച്ച് നട്ടായിരുന്നു. അപ്പോൾ അത് കിളിക്കുന്നില്ല, അപ്പോൾ ഇതിൽ ഉള്ളിൽ ഇറക്കി വെക്കാനാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടി പോയിട്ടോ. ഞാൻ ഇന്ന് ഞങ്ങൾ രണ്ടുകൂടെ ഒരുമിച്ചാണ് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിക്കുന്നത്. ഇന്ന് അങ്ങനെ നടന്നില്ല. അപ്പോൾ എനിക്ക് വിശക്കുന്നു, ഞാൻ പെട്ടെന്ന് പോയി ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്ന്. അപ്പോൾ കുറച്ച് നേരം അന്തം വിട്ടിരുന്ന ശേഷം പിന്നെ ഇതൊക്കെ റെഡിയാക്കിയൊക്കെ എടുത്തിട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ ചോറൊക്കെ കഴിച്ചിട്ട് വന്ന് ഇനി ഒരു വൻ റെസ്റ്റാണ്. 1 മണിക്കൂറത്തേക്ക് ഉള്ള റെസ്റ്റ് എടുപ്പുണ്ട്. പറഞ്ഞ് വിളിക്കാൻ പോകുന്നുണ്ട്, വരെ റെസ്റ്റ് ഉണ്ട്. 3:30 ആകുമ്പോൾ അവളെ വിളിക്കാൻ പോകണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ബൈ.